പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ മുത്തശ്ശി പറഞ്ഞതനുസരിച്ച് ശ്രീകാന്ത് ഏതായാലും വേദയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും വേദ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. ഇതേ സമയത്ത് തന്നെ വേദ കിച്ചണിലായിരിക്കട്ടോ. വിക്രം കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ കാപ്പി എടുക്കുമെന്ന് പറയുന്ന സമയത്തിന്റെ കമലമ്മ പറഞ്ഞിട്ട് മോളെ വിക്രമിന് കാപ്പി എടുത്ത് കൊടുക്കുമെന്ന് പറയും. ആ സമയത്തിന് വിക്രമിന് അങ്ങ് ദേഷ്യം വരികയാണ്. വിക്രം പറഞ്ഞിട്ട് ഞാൻ അമ്മയോടാണ് കാപ്പി ചോദിച്ചത്, ഞാൻ അവളോടല്ല പറഞ്ഞത് അമ്മയോടാ, അതുകൊണ്ട് അമ്മ എനിക്ക് കാപ്പി എടുത്ത് തന്നാൽ മതി എന്ന് പറയുന്ന സമയത്തിന്റെ കമലമ്മ ചോദിക്കുന്നുണ്ട്, നീ എന്താടാ കൊച്ചുകുട്ടിയാണ്, അവള് നിന്റെ ഭാര്യയല്ലേ, ഇനി മുതൽ നിന്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് വേദമോളാണെന്ന് പറയും. കമലമ്മയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് വേദ ചിരിച്ചുകൊണ്ട് വിക്രത്തിനെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്തിന് വിക്രം ഒരു കള്ളച്ചിരിയോടുകൂടെ വേദയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇതേ സമയത്തൊക്കെ ശ്രീകാന്ത് വീണ്ടും വേദയുടെ ഫോണിലേക്ക് തന്നെ വിളിച്ചോണ്ടിരിക്കുകയാണ്. വേദയുടെ ഫോൺ റിങ് ചെയ്യുന്നതും കണ്ടുകൊണ്ടിരുന്ന കമലമ്മ പറയുന്നതിന്റെ മോളുടെ ഫോണിലേക്ക് ആരോ വിളിക്കുന്നു, ഇത് വന്നൊന്ന് നോക്കുമെന്ന് പറയുന്ന സമയത്തിന് വേദ വന്ന് നോക്കുന്ന സമയത്തിന് ശ്രീകാന്ത് ആയിരിക്കട്ടെ വേദയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. അത് കാണുന്ന സമയത്തിന് വേദക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് വേദ ഫോൺ കട്ട് ചെയ്യും. വേദ ഫോൺ കട്ട് ചെയ്യുന്ന സമയത്തിന് വീണ്ടും ശ്രീകാന്ത് അങ്ങനെ വേദയുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ സമയത്തിന് വേദ കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് ചോദിക്കുന്നത്, എന്താ ശ്രീയേട്ടാ വിളിച്ചത്? അന്നേരം ശ്രീകാന്ത് പറഞ്ഞിട്ട് അച്ഛൻ ഒട്ടും വയ്യാതെ സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേക്കുവാണ്. രാവിലെ എഴുന്നേറ്റ ഉടനെ അമ്മ ചായം കൊണ്ട് പോയപ്പോഴേക്കും അച്ഛൻ ബോധമില്ലാതെ കിടക്കുമായിരുന്നു. നിനക്ക് അച്ഛനെ കാണണ്ടേന്നൊക്കെ ഇങ്ങനെ ശ്രീകാന്ത് ചോദിക്കുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട് ഞാൻ വന്നോളാം, ശ്രീയേട്ടനെ ഇപ്പൊ ഫോൺ വെക്കുന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യട്ടെ വേദ. ആ സമയത്ത് ശ്രീകാന്ത് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അച്ഛനെ വയ്യാതായി, അച്ഛൻ ഹോസ്പിറ്റലായി എന്നറിഞ്ഞിട്ട് പോലും അവൾക്ക് യാതൊരു കൂസലുമില്ലല്ലോ, അച്ഛൻ എന്താണ് സംഭവിച്ചത് എന്ന് പോലും അവൻ ചോദിച്ചില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ശ്രീകാന്ത് വേദയെ പറ്റിയിട്ട് ചിന്തിക്കുകയാണ്. ഫോൺ കട്ടാക്കിയ ഉടനെ തന്നെ കമലം അങ്ങനെ വേദയോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ മോളെ അവൻ വിളിച്ചത് എന്ന് ചോദിക്കുന്ന സമയത്തിന് വേദ പറയുന്നുണ്ട്, എന്റെ അച്ഛനൊട്ടും സുഖമില്ലാതെ സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേക്കുവാണെന്ന ശ്രീയേട്ടൻ പറഞ്ഞത്. അന്നേരം കമലമ്മ ചോദിക്കുന്നുണ്ട്, അയ്യോ മോളുടെ അച്ഛൻ എന്താ പറ്റിയത് മോളെ, എന്നിട്ട് മോൾ എന്താ ഈ കാര്യമൊന്നും ഞങ്ങളോട് പറയാത്തത് എന്ന് ചോദിക്കാണ് കമലമ്മ. അന്നേരം വേദ പറയുന്നുണ്ട്, രാവിലെ തന്നെ ദീപ്തി ഈ കാര്യം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞതാ, പക്ഷേ അതിനെന്തോ കള്ളത്തരമുള്ളത് പോലെ എനിക്ക് തോന്നി, എന്നെ വീട്ടിലേക്ക് തിരികെ വരുത്തിക്കാൻ വേണ്ടിയിട്ട് അച്ഛന്റെയും ശ്രീയേട്ടന്റെയും അടവായിരിക്കുമെന്നാ എനിക്ക് തോന്നിയത്. ദീപ്തി മുഖേന അവരൊരു നാടകം കളിച്ചു നോക്കിയതാണ്, എന്നിട്ട് അത് ഫലിച്ചില്ല എന്നോർത്തപ്പോഴേക്കും ശ്രീയേട്ടനും കൂടി ഒന്ന് ശ്രമിച്ചു നോക്കിയതായിരിക്കും എന്നൊക്കെ പറയട്ടെ വേദ. വേദയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് വിക്രം വേദയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ആ സമയത്തിന് കമലമ്മ ചോദിക്കുന്നുണ്ട്, അച്ഛന് സുഖമില്ല എന്ന കാര്യം ഇങ്ങനെയൊക്കെ ആരെങ്കിലും കള്ളം വിളിച്ചു പറയോ മോളെ, ചിലപ്പോൾ അത് സത്യാണെങ്കിലോ, അതുകൊണ്ട് മോൾ ഏതായാലും ഹോസ്പിറ്റലിലേക്ക് പോകണം, അച്ഛനെ പോയിട്ടൊന്ന് കാണണം, മോൾ ഏതായാലും തനിച്ചു പോണ്ട, വിക്രമിനെയും കൂട്ടിക്കോ എന്ന് പറയുന്ന സമയത്തിന് വേദ എങ്ങനെ വിക്രമിനെ നോക്കായിരിക്കും. വിക്രത്തിനൊരു ഞെട്ടലായിരിക്കട്ടോ. വിക്രം ചോദിക്കുന്നത്, ഞാൻ എന്തിനാ ഇവളുടെ കൂടെ പോകുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് വേദ എങ്ങനെ വിക്രമിനെ നോക്കിയിട്ട് ചിരിക്കുകയാണ്. കമലമ്മ ചോദിക്കുന്നുണ്ട്, നീ അല്ലാതെ പിന്നെ ആരാ മോളുടെ കൂടെ പോവേണ്ടത്, നിന്റെ ഭാര്യയല്ലേ അവളെ നീ തന്നെയല്ലേ കൂട്ടിക്കൊണ്ടു പോവേണ്ടത്, എല്ലാവരുടെയും സമ്മതത്തോടു കൂടി തന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ കല്യാണം നടന്നതാണ്, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് നീ ഇപ്പോഴും അവളെ ശത്രുവിനെ പോലെയാണോ കാണുന്നത്, ഹോസ്പിറ്റലിൽ ഇപ്പൊ കിടക്കുന്നത് വേദമോളുടെ അച്ഛനാണ്, അപ്പൊ മോളെ കൂട്ടിക്കൊണ്ടു പോവേണ്ടത് നീയാണെന്നൊക്കെ പറയും. അന്നേരം വിക്രം വേദയെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് പറഞ്ഞിട്ട്, എനിക്കൊന്നും വയ്യ അമ്മേ, അവൾക്ക് വേണമെങ്കിൽ അവൾ തനിയെ അങ്ങ് പോയിക്കോട്ടെ എന്ന് പറയുന്ന സമയത്തിന് കമലമ്മ പറഞ്ഞിട്ട്, എടാ നീ ഇങ്ങോട്ടേക്കൊന്നും പറയാൻ നിൽക്കണ്ട, ഞാൻ പറയുന്നത് നീ അങ്ങ് അനുസരിച്ചാൽ മതി, നീ ഇപ്പൊ തന്നെ മോളെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകും, നീ മോളെ കൂട്ടിക്കൊണ്ട് പോവാൻ നോക്കുക എന്നൊക്കെ പറഞ്ഞ കമലമ്മ അവിടെ നിന്നങ്ങ് പോകുന്ന സമയത്തിന് വേദ പയ്യെ വിക്രമിനെ നോക്കിയിട്ട് അങ്ങ് ചിരിക്കാണ്. വിക്രമിന് അങ്ങ് ദേഷ്യം വരും. എന്നിട്ട് പറഞ്ഞിട്ട്, ഓ നിനക്ക് എന്റെ കൂടെ ബൈക്കിൽ വരാൻ കിട്ടിയ ഒരു അവസരല്ലേ, ഏതായാലും പോയിട്ട് റെഡി ആയിട്ട് വാ എന്ന് പറയും. ഓ അമ്മ പറഞ്ഞതില്ലേ, എനിക്ക് ഏതായാലും ഇനി അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടക്കേടോട് കൂടിയായിരിക്കട്ടെ വിക്രം അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നത്. ഇതേ സമയത്തിന് വേദയെ കാണാത്തത് കൊണ്ട് തന്നെ വേദയുടെ അച്ഛന് ഭയങ്കര ടെൻഷനായിരിക്കും. എന്നിട്ട് ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട്, വേദമോൾ ഇതുവരെ വന്നില്ലേ മോനെ എന്ന് ചോദിക്കുന്ന സമയത്തിന് ശ്രീകാന്ത് പറയുന്നത്, അവൾക്ക് ഞാൻ വിളിച്ചിരുന്നു, അവൾ ഇപ്പൊ വരും അച്ഛാന്ന് പറയും. അച്ഛന്റെ സങ്കടം കാണുന്ന സമയത്തിന് ശ്രീകാന്തിനത് സഹിക്കുന്നില്ലട്ട് ശ്രീകാന്ത് പുറത്തേക്ക് വരുന്ന സമയത്തിന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, വേദമോളെ നീ ഇപ്പോഴും കാര്യം വിളിച്ച് പറഞ്ഞില്ലേ ശ്രീകാന്തേ? അന്നേരം ശ്രീകാന്ത് പറയുന്നത്, മുത്തശ്ശി പറഞ്ഞപ്പോഴേ ഞാൻ അവളോട് വിളിച്ചു പറഞ്ഞതാ, പിന്നെ അവൾ ഇങ്ങോട്ടേക്ക് വരാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാന്ന് ചോദിക്കും. അവൾക്കിപ്പോ അവളുടെ ഭർത്താവിനെ മാത്രം മതിയല്ലോ, നമ്മളെയും അച്ഛനെയും അവൾക്ക് കാണണ്ടല്ലോ, അച്ഛനാണെങ്കിൽ അവളെ ഇപ്പൊ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യാനാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കായിരിക്കട്ടെ ശ്രീകാന്ത്. ഇതേ സമയത്തിന് നഴ്സ് വന്നിട്ട് ഈ മരുന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരണം എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്തിന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്തിന് മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി ശ്രീകാന്ത് അവിടെ നിന്ന് പോവും. ഇതേ സമയത്തിനെ കാണിക്കുന്നത് വിക്രത്തിനായിരിക്കും. വിക്രം ഹോസ്പിറ്റലിലേക്ക് വേദയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബൈക്കിൽ അവിടെ വന്നിരിക്കുന്ന സമയത്തിന് വേദ ചിരിച്ചുകൊണ്ട് അവിടെ വന്ന് ബൈക്കിൽ കയറാൻ നോക്കുകയാണ്. എന്നാൽ വേദയുടെ മുഖഭാവം ആ ഒരു സന്തോഷമെല്ലാം കാണുന്ന സമയത്തിന് വിക്രം ചോദിക്കുന്നത്, അല്ല നിന്റെ അച്ഛൻ ഹോസ്പിറ്റലായിട്ട് നിന്റെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ടില്ലേ നമ്മൾ പോകുന്നത്, നിന്റെ അച്ഛൻ ഹോസ്പിറ്റലായിട്ട് നിന്റെ മുഖത്തെന്താ അതിനുള്ള സങ്കടമൊന്നും കാണുന്നില്ലല്ലോ, നിന്റെ മുഖം കണ്ടാൽ തോന്നുന്നു നീ എന്റെ കൂടെ വല്ല സിനിമക്കും വരുവാണെന്ന്, അത്രമാത്രം സന്തോഷത്തിലാണല്ലോ നീ എന്നൊക്കെ ചോദിക്കായിരിക്കട്ടെ വിക്രം. ആ സമയത്തിന് വേദ പറഞ്ഞിട്ട്, അതെ എന്റെ മുഖം എങ്ങനെ ഇരുന്നാൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം, അതൊന്നും നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ലോ, ബൈക്ക് എടുക്കൂ വിക്രു എന്നൊക്കെ പറഞ്ഞുകൊണ്ടതിന് വേദ ഏതായാലും വിക്രത്തിന്റെ ബൈക്കിന്റെ പുറകിൽ അങ്ങ് കയറാണ്. അങ്ങനെ വിക്രം ഏതായാലും ഒന്നും മിണ്ടാതെ ബൈക്ക് എടുത്തിട്ട് വേദയെ കൂട്ടിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പോവാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും വിക്രം ഇങ്ങനെ വേദയോട് പറഞ്ഞിട്ട്, അതെ നീ ഒരു കാര്യം ചെയ്യേ, നീ അവിടെ പോയി നിന്നിട്ട് അച്ഛനെ ശുശ്രൂഷിച്ചിട്ട് അച്ഛന്റെ അസുഖമൊക്കെ പൂർണ്ണമായിട്ട് ഭേദമായതിനു ശേഷം മാത്രം നീ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നാൽ മതി. എന്നാൽ ഇതും കേട്ടുകൊണ്ടതിനെ വേദ അങ്ങനെ ചിരിച്ചോണ്ട് ചോദിക്കുന്നുണ്ട്, ഓ അപ്പോ ഞാൻ എന്നാലും തിരിച്ചു വരണമല്ലേ? അന്നേരം വിക്രം പറഞ്ഞിട്ട്, ഓ ഇനിയിപ്പോ എത്ര കാത്തിരുന്നാലും നീ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുമെന്ന കാര്യം എനിക്കറിയാലോ,
കാരണം നീ വേതാളല്ലേ, നീ എന്റെ കൂടെ കൂടിയിരിക്കുന്ന വേതാളമല്ലേ. ഇടിവെട്ടി മഴ പെയ്താലും ഇനി എന്തൊക്കെ ഭൂകമ്പം ഉണ്ടായാലും നീ ഒരിക്കലും എന്റെ പിറകിൽ നിന്ന് പോവില്ല എന്നല്ലേ നീ എപ്പോഴും വിളിച്ചു പറയാറുള്ളത്. ഇനിയിപ്പോൾ ഇത് ഏതുവരെ പോകുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇനിയിപ്പോൾ നീ അവരെ അനുസരിച്ച് നിന്റെ വീട്ടിൽ സ്ഥിരമായിട്ട് നിന്നാലും എനിക്ക് യാതൊരു കുഴപ്പവും. അങ്ങനെ നീ നിൽക്കുകയാണെങ്കിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അങ്ങനെയെങ്കിലും നിനക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങ് സന്തോഷിക്കും. നിന്റെ വീട്ടുകാർക്കും അതിലേറെ സന്തോഷമായിരിക്കും. എന്താ മനസ്സിലായോ എന്ന് ചോദിക്കുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട് ഉവ് എല്ലാം മനസ്സിലായി. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തിന് ഹോസ്പിറ്റലിൽ എത്തിയ ഉടനെ തന്നെ ബൈക്ക് നിർത്തിയ ഉടനെ തന്നെ വേദ അവിടെ നിന്നും ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് വേദ പോവാതെ വിക്രത്തിനെ എങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്തിന് വിക്രം ചോദിക്കുന്നുണ്ട്, എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്, നീ ഹോസ്പിറ്റലിലേക്ക് പോകുന്നില്ലേ എന്ന് ചോദിക്കും. അന്നേരം വേദ പറഞ്ഞിട്ട് അത് നിങ്ങളും കൂടെ എൻ്റെ കൂടെ വരണമെന്ന് പറയുന്ന സമയത്തിന് വിക്രം അങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്ത് ഞാനൊന്നും നിന്റെ കൂടെ വരില്ല. നിന്റെ അച്ഛനെ കാണാൻ നീ തന്നെ അങ്ങ് തനിച്ചു പോയാൽ മതി. അല്ലെങ്കിൽ തന്നെ നിന്റെ അച്ഛനെങ്ങാനും എന്നെ കണ്ട പിന്നെ നിന്റെ അച്ഛന്റെ BP അങ്ങ് കൂടും. എന്തിനാ മോളെ വെറുതെ പണി വാങ്ങിച്ചു കൂട്ടുന്നത് എന്നൊക്കെ പറഞ്ഞു വിക്രം അങ്ങനെ പോരാതെ നിൽക്കുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട് അതെ, നിങ്ങൾ ഏതായാലും എൻ്റെ കൂടെ വന്നേ പറ്റൂ. എനിക്ക് നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ അച്ഛനോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. ഇനി ഇമാതിരിയുള്ള പരിപാടികൾ ഇന്നത്തോടെ തന്നെ അവസാനിപ്പിക്കണമെന്ന് എനിക്ക് നിങ്ങളുടെ മുന്നിൽ വെച്ച് അച്ഛനോട് പറയാനുണ്ട് എന്നൊക്കെ പറയാണ് വേദ. അതിനേതായാലും നിങ്ങൾ എൻ്റെ കൂടെ വന്നേ പറ്റൂ. കുറച്ചൊന്നുമല്ലല്ലോ എൻ്റെ വീട്ടുകാരെ നിങ്ങളെ ദ്രോഹിച്ചിട്ടുള്ളത്. ഇതേതായാലും നിങ്ങളൊരു അവസരമായിട്ട് കണ്ടാൽ മതി. നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ വിക്രമിനെ നിർബന്ധിച്ചുകൊണ്ട് വലിച്ചു കൊണ്ടുവരാട്ടോ വേദ അങ്ങനെ വിക്രമിനെ കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കയറി പോകുന്നതെല്ലാം തന്നെ റിസപ്ഷനിൽ നിന്നുകൊണ്ട് ശ്രീകാന്ത് കാണുന്നുണ്ടായിരുന്നു. വേദ ശ്രീകാന്തിനെ കണ്ടെങ്കിൽ പോലും ഗൗരവത്തിൽ ഇങ്ങനെ നോക്കാതെ ഇങ്ങനെ വിക്രമിനെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി പോവാണ്. എന്നാൽ വിക്രം ശ്രീകാന്തിനെ കാണുന്ന സമയത്തിന് ദേഷ്യത്തോടെ ശ്രീകാന്തിനെ ഇങ്ങനെ നോക്കുന്ന സമയത്തിന് ശ്രീകാന്തിന് ദേഷ്യം സഹിക്കാൻ കഴിയുന്നില്ല കേട്ടോ. വേദയുടെ പുറകെ വിക്രം ഇങ്ങനെ പോകുന്നതും കണ്ടുകൊണ്ട് തന്നെ ശ്രീകാന്തിന് ദേഷ്യം ഇരട്ടിക്കും. ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് മാത്രമാണ് ശ്രീകാന്ത് ദേഷ്യമെല്ലാം അടക്കി പിടിച്ച് അവിടെ നിൽക്കുന്നത്. ഏതായാലും വേദ വിക്രമിനെ കൂട്ടിയിട്ട് അകത്തേക്ക് കയറി ചെല്ലുന്ന സമയത്തിന് അമ്മയും ദീപ്തിയും അതുപോലെ മുത്തശ്ശിയൊക്കെ അവിടെ ഉണ്ടാവും. മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമാവണ്ട വേദയെ കാണുന്ന സമയത്തിന് മുത്തശ്ശി പറയുന്നത്, ഏതായാലും മോൾ ഇപ്പോഴെങ്കിലും വന്നല്ലോ. മോളെ കാണാൻ വെച്ചിട്ട് അച്ഛൻ കുറെ നേരമായി അന്വേഷിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും ഏതായാലും അച്ഛനെ പോയിട്ട് കാണുക എന്നിങ്ങനെ മുത്തശ്ശി പറയുന്ന സമയത്തിന് വേദ വിക്രമിനെ കൂട്ടിയിട്ട് ശങ്കരൻ കിടക്കുന്ന ആ ഒരു മുറിയിലേക്ക് കയറി പോവാണ്. വേദ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഗൗരവത്തിലായിരിക്കട്ടോ അങ്ങോട്ടേക്ക് വിക്രമുമായിട്ട് കയറി വരുന്നത്. എന്നാൽ വേദയും വിക്രമിനെയും ഒരുമിച്ച് കാണുന്ന സമയത്തിന് ശങ്കരനാരായണന്റെ മനസ്സിൽ വളരെയധികം സന്തോഷമായിരിക്കും. അച്ഛന് വയ്യല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ വേദമോള് കരഞ്ഞുകൊണ്ട് തൻ്റെ അടുത്തേക്ക് ഓടിയെത്തുമെന്നാണ് ശങ്കരനാരായണൻ വിചാരിച്ചിരുന്നത്. എന്നാൽ വേദയുടെ മുഖത്തെ ആ ഒരു ഗൗരവമെല്ലാം കാണുന്ന സമയത്തിന് ശങ്കരനാരായണന് ദേഷ്യം അങ്ങ് ഇരട്ടിക്കും. വേദ ഭയങ്കര ദേഷ്യത്തിലും ഗൗരവത്തിലും ഇങ്ങനെ നോക്കി നിൽക്കായിരിക്കട്ടോ അച്ഛനെ. എന്നിട്ട് കുറച്ചു നേരം നോക്കി നിന്നതിന് ശേഷം ചോദിക്കുന്നത്, അച്ഛൻ ഇപ്പം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും. ആ സമയത്തിന് ശങ്കരനാരായണൻ ഒന്നും മിണ്ടാതെ വിക്രമിന്റെ മുഖത്തേക്ക് നോക്കിയതിന് ശേഷം തല താഴ്ത്തി ഇരുന്നു പോവുകയാണ്. അതിനുശേഷം ഗൗരവത്തോടു കൂടി തന്നെ വേദ ഇങ്ങനെ ശങ്കരനാരായണനോട് ചോദിക്കുന്നത്, ഈ നാടകത്തിന്റെ പിന്നിൽ അച്ഛന്റെ ബുദ്ധിയാണോ അതോ ശ്രീയേട്ടന്റെ ബുദ്ധിയാണോ എന്ന് ചോദിക്കും. വേദയുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് ശങ്കരനാരായണൻ ഒന്നും മനസ്സിലാവാതെ വേദത്തിനെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്തിന് വേദ പറയുന്നത്, ഇനിയിപ്പോൾ ഇത് ആരുടെ ബുദ്ധിയാണെങ്കിലും അച്ഛനോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. പല തവണകളായിട്ട് നിങ്ങളോടെല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് വിക്രമിനെയും എന്നെയും വെറുതെ വിടണമെന്ന്, ഞങ്ങളെ ഇനിയെങ്കിലും ജീവിക്കാൻ അനുവദിക്കണമെന്ന്. ഇനി ഇതുപോലുള്ള അണ്ണാച്ചി നാടകവുമായിട്ട് എന്നെ നിങ്ങളുടെ മുന്നിലേക്ക് വരുത്തിപ്പിക്കരുത്. അച്ഛൻ ഒരിക്കലും ഇങ്ങനെ താഴ്ന്ന രീതിയിൽ ചിന്തിക്കുമെന്ന് ഞാൻ കരുതിയതേയില്ല. അച്ഛൻ ഒരിക്കലും ഇങ്ങനെ ആവാൻ പാടില്ലായിരുന്നു. ശ്രീയേട്ടനെ പോലെ തന്നെ അച്ഛൻ എങ്ങനെയെങ്കിലും എന്നെ തോൽപ്പിച്ചുകൊണ്ട് തന്നെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരണമായിരുന്നു. അതുകൊണ്ട് ശ്രീയേട്ടൻ കളിക്കുന്നത് പോലെ അതേ നാടകം അച്ഛൻ കളിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ശങ്കരനാരായണൻ ഇങ്ങനെ കുത്തി നോവിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കാട്ടോ വേദ. ഇപ്പൊ എനിക്ക് ഏതായാലും എല്ലാ കാര്യവും മനസ്സിലായി. വിക്രമിനെതിരായിട്ട് ശ്രീയേട്ടൻ കളിച്ച നാടകത്തിന്റെ പിന്നിലെല്ലാം തന്നെ അച്ഛൻ ഉണ്ടായിരുന്നു എന്ന കാര്യം. ശ്രീയേട്ടൻ വിക്രമിനെതിരായിട്ട് കാണിച്ചിരിക്കുന്ന സകല കൊള്ളരുതായ്മക്കും ചുക്കാൻ പിടിച്ചത് അച്ഛനാണ് എന്ന കാര്യം എനിക്ക് മനസ്സിലായി എന്നൊക്കെ ഇങ്ങനെ വേദ പറയുന്നത് കേട്ടുകൊണ്ട് തന്നെ ശങ്കരനാരായണൻ ഒന്നും മിണ്ടാതെ നിറ കണ്ണുകളോട് വേദ ഇങ്ങനെ നോക്കി നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.